ഈ മുഖം കണ്ടിട്ടില്ലാത്ത ഒരു മലയാളി പോലും കാണത്തില്ലെന്ന് പറഞ്ഞു. കാരണം എല്ലാ പടത്തിലും അവിടെയും ഇവിടെയും രാഷ്ട്രീയക്കാരനായിട്ടും ഗുണ്ടയായിട്ടും എന്ന് വേണ്ട എല്ലാ കശവശ പരിപാടികളും ഉണ്ട്. എല്ലാ സൂപ്പർ സ്റ്റാറോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഏറ്റവും നല്ല ഇടി കിട്ടിയത് ഏത് സൂപ്പർ സ്റ്റാറിന് ചെയ്യുന്ന ഏത് നടൻ്റെ ചെയ്യുന്ന കിട്ടിയത്? മോഹൻലാലിൻ്റെ ചെയ്യുന്ന. കിട്ടിയോ? അതെ. അതായത് വിയറ്റ്നാം കോളനിയിൽ ഞാൻ പുള്ളിയായിട്ട് ഉടക്കുന്ന ഒരു സീനാണ്. അത് കനകയായിട്ടിരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും കയറി ചെന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ശരിക്കും കിട്ടി. അന്ന് ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത്, ഈ പണ്ട് ഉദയയിലുണ്ടായിരുന്ന ഗോപാലൻ ഗുരുക്കളുടെയൊക്കെ കീഴിലൊക്കെ ഞാൻ അഭ്യാസവും സ്റ്റാൻഡും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നസീർ സാറിൻ്റെ കൂടെ ത്യാഗരാജൻ സാറിൻ്റെ കൂടെയൊക്കെ ഈ സമയത്ത് നമ്മൾ മാറിയില്ലെങ്കിൽ ചവിട്ട് കിട്ടാനുള്ള കിട്ടും. ചെറുതായിട്ടൊക്കെ, അല്ലാതെ വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ ഗോപാലൻ ഗുരുക്കൾ അന്നത്തെ ആയോധന വിദ്യയിലെ വലിയ വിദഗ്ധരായിരുന്നു. അപ്പോൾ അന്ന് ഈ ലാല് യഥാർത്ഥത്തിൽ എന്നെ ചവിട്ടുമ്പോൾ നെഞ്ചി കൊണ്ടു ഞാൻ ബോധം കെട്ടുപോയി. അല്ല വിയറ്റ്നാം അല്ല, പിൻഗാമിയിൽ. അപ്പോൾ എന്നെ ഉടനെ തന്നെ അദ്ദേഹത്തിന് തന്നെ ഒരു 75% ഷെയറുള്ള ബേബി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കോഴിക്കോടുള്ള ഹോസ്പിറ്റൽ. ടൈമിങ് ഞാൻ മാറിയില്ല. നല്ല ചവിട്ടാ കിട്ടി. ബോധം കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ സാറിന് ഈ ചവിട്ട് മോശമായിരിക്കും. നെഞ്ചത്തായിരുന്നു ചവിട്ട് കിട്ടിയ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ലാല് പ്രത്യേകം പറഞ്ഞു, പിന്നെ അപ്പച്ചൻ എൻ്റെ സ്വന്തമാണ്, കാര്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുത്തു. ECG മറ്റൊക്കെ എടുത്ത് ഏതാണ്ട് ഒരു 9,000 രൂപ ഒരു ദിവസത്തേക്കായി. പക്ഷേ എൻ്റെ പേയ്മെൻറ്റ് വാങ്ങിച്ചില്ല. ലാലിൻ്റെ സ്വന്തം ചവിട്ടിയത്. അല്ല, അതുകൊണ്ട് തന്നെയല്ല, എന്നോടുള്ള താല്പര്യം കൊണ്ട് കൈകാര്യം ചെയ്ത് അങ്ങനെ പോകുന്നു. അതെനിക്ക് മറക്കാനാവാത്ത ഒരു സംഭവമാണത്. പിന്നെ ടൈം കറക്റ്റ് ലാലോട്ടുള്ള കോമ്പിനേഷൻ വളരെ ശ്രദ്ധിച്ചു. അതൊന്നുമില്ല, ശ്രദ്ധിച്ചില്ലെങ്കിൽ പുള്ളി പറഞ്ഞ അതുപോലെ ജയൻ്റെ കാര്യം. ശക്തിക്കകത്ത് ഞങ്ങൾ തമ്മിൽ സ്റ്റണ്ടുണ്ട്. ഞാനൊരു പലിശ പിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ എന്നെ ശരിക്കും പെരുമാറി, ശരിക്കും വിളിച്ചു. അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എന്നെ ഫറൂഖ് പുഴയിലേക്ക് എറിയുന്ന സീനായിരുന്നു. എറിയാണ്. പക്ഷെ അത് ഈ ഫറൂഖ് പുഴയിലേക്ക് ഒരുപാട് കുറ്റിയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ തമ്മിലൊരു അഭിമുഖത്തിന് സംഭാഷിക്കാൻ കാണത്തില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം മുഴുവൻ സൂപ്പർ സ്റ്റാറുകളുടെ ഇടിയും തൊഴിയൊക്കെ ഞാൻ ഒരുപാട് കൊണ്ടിട്ടുണ്ട്. പിന്നെ ഈ വിയറ്റ്നാം കോളനിയിൽ വന്നൊരു വിഷയം ഉണ്ടായില്ലേ? അടി ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ അടിക്ക് മുമ്പ് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടക്കാറില്ല? അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. പറഞ്ഞു അങ്ങനെ വരുമ്പോഴത്തേക്ക് മാറുക, അങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പറഞ്ഞു തരും സ്റ്റണ്ട് മാസ്റ്റർ. പക്ഷേ ആ ടൈമിങ്ങിൽ എന്താ സംഭവിക്കുന്നത് അറിയാനൊക്കത്തില്ല. അത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ സൂപ്പർ സ്റ്റാറുകളും അതുപോലെ തന്നെ ലാലും മമ്മൂട്ടിക്കായി മമ്മൂക്കയുമായിട്ട് അല്ല വലിയ അടിയുടെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് ഞാൻ അഭിനയിക്കുമ്പോൾ അദ്ദേഹം കളക്ടറായിട്ട് വന്നിരിക്കുന്നതാണ്. ഞാൻ ഹ്യൂമൻ റിസോഴ്സസിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് നിയമിക്കാം എന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ കളക്ടറായിട്ട് തുടർന്നോളാം എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു മാനറിസം കാണിക്കുന്ന അവരാണ്. അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മമ്മൂക്കയുടെ കൂടെ ഒത്തിരി പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ലാലേട്ടൻ അബദ്ധം പറ്റിയതായിരിക്കും. ടൈമിംഗ് ഉള്ള നമ്മുടെ ദേഹത്തൊന്നും പരിക്കൊക്കെ നേക്കാതെ കൃത്യമായിട്ട് ശരീരം നോക്കുന്ന അടിക്കുന്ന. അല്ല, അങ്ങനെ ഒന്നും പറയാൻ ഒക്കത്തില്ല. കാരണം അവർക്ക് അത് ഏറ്റവും പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നവരൊന്നും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ആയിരിക്കും അടിക്കുന്നത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഞാനും മേഖലയാണ്. പിന്നെ അക്കാര്യത്തിൽ ഈ തമിഴിലെ സ്റ്റണ്ട് ആർട്ടിസ്റ്റുകളെയൊക്കെ സമ്മതിക്കണം. അവർക്ക് എന്തുമാത്രം ഈ വിഗറസായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ട് ചെയ്യുന്നതിനാണ് താല്പര്യം. എവിടെയെങ്കിലും പൊട്ടുന്നതിനോ കീറുന്നതിനോ ഒരു പ്രശ്നമില്ലാത്ത ആളുകളാണ് ഈ തമിഴ് സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾ. അവരെ വാസ്തവത്തിൽ സമ്മതിക്കണം, ബഹുമാനിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടുള്ള ഒരു ഡിവോട്ട് മനസ്സ് ഭയങ്കരമാണ് അവർക്ക്. സാർ ഞാൻ എന്താ ഉതച്ച് എന്താ ചില്ല് പൊളച്ച് പോട്ടും എന്നൊക്കെ ചോദിച്ചാലേ ഉടനെ വരാത്ത ഒന്നും പൊളയ്ക്കുമൊന്നും വേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ ഡയറക്ടർ പറയും. അപ്പം അതാണ് അവരുടെ അതിനോടുള്ള ഒരു കൂറ്. പിന്നെ വേറൊരു കാര്യം, ഒന്നും പൊട്ടി ചില്ല് തുളച്ചു പോവുകയാണെങ്കിൽ ഇരട്ടിയാ ശമ്പളം. അങ്ങനെയുണ്ട്. ബാറ്റാന്ന് പറയും. അപ്പോൾ അത് ഒരു മുറിവിന് എത്ര രൂപ? ഒരു മുറിവിനല്ല, നല്ല മുറിവുണ്ടെങ്കിൽ കാശ് കൂടുതൽ കിട്ടും. അവർക്ക് മുറിവ് പ്രശ്നമല്ല. 2 ദിവസം കഴിയുമ്പോൾ ഉണങ്ങുമെന്ന് അവർക്കറിയാം. അതങ്ങനെയാണ് സംഭവം. ഈ യഥാർത്ഥത്തിലേ ഈ പിന്നെ അടി സമയത്ത് മനഃപൂർവ്വം ഉപദ്രവിക്കുന്ന നടന്മാരും കാണത്തില്ല. അയ്യോ, അങ്ങനെ ഒന്നും ഉപയോഗിക്കാനൊക്കത്തില്ല. അങ്ങനെ ആരും ഉപദ്രവിക്കുന്ന രീതിയൊന്നുമില്ല. നന്നായി ഇരിക്കണമെന്നുള്ള രീതി ചെയ്യുന്നതല്ലാതെ ഈ ഒരു വിരോധം വെച്ചുകൊണ്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അല്ല, നമുക്ക് കണ്ടമാനം ശരീരം ഉപദ്രവം നേരിടുന്ന ഒരു സംഭവം എപ്പോഴാണ് വരുന്നത്? അല്ല, ഉപദ്രവം നേരിടുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയത്തിന് മാറിയില്ല, അങ്ങനെയൊക്കെ സംഭവിക്കുന്നതല്ലാതെ. അങ്ങനെ വേറെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെ തന്നെ ചിലരോട്ടുണ്ട്. ഇത് നല്ല മറ്റു കുഴപ്പങ്ങളുണ്ടായിട്ടില്ല. ജയൻ നിർബന്ധമായിരുന്നു. അത് ശരിയാക്കാൻ വേണ്ടി എന്ത് അറ്റം വരെയും പോകുന്ന ഒരാളായിരുന്നു. മറ്റേ നിൽക്കുന്നവർക്ക് എന്ത് കുഴപ്പം പറ്റാൻ പ്രശ്നമില്ല, പുള്ളിയുടെ കാര്യം റെഡിയായിരിക്കണം. അത്രയ്ക്കൊരു മസിൽ ബോഡിയായിരുന്നു.
പിന്നെ ജയനെ മറക്കത്തില്ല എല്ലാവരും. എത്ര നടന്മാരുടെ നടി കിട്ടിയിട്ടുണ്ട് വരെ? അതിൻ്റെ ഒരു കൃത്യ കണക്കൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ സൂപ്പർ സ്റ്റാറിനും കിട്ടിയിട്ടുണ്ട്, മിക്കവാറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. സുരേഷ് ഗോപി കിട്ടിയിട്ടുണ്ടോ? ഇല്ല, സുരേഷ് ഗോപിയുടെ അടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മറ്റുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ. ദിലീപിൻ്റെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ജയറാമിൻ്റെ കിട്ടിയിട്ടുണ്ടോ? ജയറാമിൻ്റെ കൂട്ടത്തിൽ ഒരു പടം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പുള്ളിയുടെ ഒരു ബാഗ് തട്ടിപ്പൊളിച്ചുകൊണ്ട് ഞാൻ പോകുന്നൊരു സീനുണ്ട്. മോട്ടോർ സൈക്കിളിൽ കയറി അന്ന് വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള സ്റ്റണ്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ എന്തായാലും അങ്ങനെ അടികൊള്ളാൻ വിധിക്കപ്പെട്ട ജന്മം അല്ലേ? അങ്ങനെയില്ല. സംതൃപ്തനാണ് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുമ്പോൾ? തീർച്ചയായിട്ടും ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്ത് ജോലിയാണെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കാണുമ്പോഴുള്ള ആ സുഖം തീർച്ചയായിട്ടും ഉണ്ടാകാറുണ്ട്. ഈ ഞാൻ ചോദിക്കുന്ന ചെറിയ ചെറിയ എല്ലാവരും നല്ല ബന്ധമായിരിക്കും, പ്രത്യേകിച്ച് സെറ്റിലൊക്കെ ചെല്ലുമ്പോൾ ലാലേട്ടനൊക്കെ സംസാരിച്ച് അടുത്ത് വരാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് എന്നെ ഒന്നും ചിലപ്പം ഓർക്കത്തില്ലായിരിക്കും എന്ന് വിചാരിച്ച് ആലപ്പുഴ റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ വന്നപ്പോൾ ഞാൻ ആൾക്കൂട്ടത്തിൽ നിൽക്കുകയായിരുന്നു. എന്നെ കൊണ്ട് അടുത്ത് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഒന്ന് ആശ്ലേഷിച്ച സംഭവം മറക്കാനൊക്കത്തില്ല. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ കലാഭവൻ മണിയെ ഒന്ന് പരിചയപ്പെടുന്നു ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അപ്പം ചേട്ടോ എന്തോ ഉണ്ട് എന്നൊക്കെ ചോദിച്ച് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ഇതൊന്നും മറക്കാനാവാത്ത അനുഭവമാണ്. കാരണം അവർ പറയുന്നത് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ എത്രയോ നാളിൽ അപ്പച്ചനെ കണ്ടിരിക്കുന്നു, അപ്പോൾ അത് ഞങ്ങൾക്ക് ഇപ്പോഴും കാണാൻ സാധിച്ച വലിയ സന്തോഷമുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു വലിയ സംതൃപ്തിയാണ്. മമ്മൂട്ടി ആ സ്നേഹം പ്രകടിപ്പിക്കുമോ? തീർച്ചയായിട്ടും. കുറച്ചൊരു ബലം പിടിക്കും ഒരു അത് നമ്മൾ പറഞ്ഞത് ശരിയല്ലല്ലോ. സമീപനം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ഈ പറഞ്ഞതുപോലെ ഒരു പിടുത്തമുണ്ട്. ഇല്ലെന്ന് പറയാം. ഒന്നുമില്ല. അങ്ങനെ നമുക്ക് ഉള്ളിലൊരു ചെറിയ നീരസം തോന്നിയിട്ടുണ്ടല്ലേ നമ്മളെ മൈൻഡ് ചെയ്യാത്തുണ്ട്? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അവരൊക്കെ വലിയ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ. പക്ഷേ മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ആത്മകഥ പോലെ ചമയങ്ങളില്ല എന്നൊരു പുസ്തകം എഴുതി. അപ്പോൾ അഭിനയിക്കാൻ എവിടെ നടക്കണം ഓടി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ സത്യൻ സാറിൻ്റെ കൂടെ ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുന്ന ഒരു പടമായിരുന്നു അനുഭവങ്ങൾ പാളിച്ച. അപ്പോൾ അതിൽ അഭിനയിക്കുമ്പോൾ ഞാനിങ്ങനെ ഡയലോഗ് പറഞ്ഞ് സംസാരിച്ച് സത്യൻ സാറോട് നിൽക്കുമ്പോൾ അന്ന് അഭിനയത്തിന് വേണ്ടി ഓടി നടന്ന് ശ്രീനിവാസൻ്റെ അടുത്ത് ഒരു വേഷം വേണമെന്ന് പറയാൻ നിൽക്കുന്ന മമ്മൂട്ടിക്ക് ചോദിച്ചു, ആ ചെറുപ്പക്കാരൻ ആരാണ്? അന്ന് എനിക്ക് 22-24 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നൊരാരോ പറഞ്ഞതാണ് പുന്നപ്രാപ്പച്ചൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കകത്ത് എഴുതിയത് ഇന്നും ഞാൻ ഓർക്കുന്നു. പുന്നപ്രാപ്പച്ചൻ്റെ വേഷമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന്. പിന്നെ അബ്ബാസ് എന്ന് പറയുന്ന ഒരാൾ ആലുവയിൽ നിന്ന് വരുന്നുണ്ട്. അബ്ബാസും പുന്നപ്രാപ്പച്ചനും ഒക്കെ എൻ്റെ മുമ്പിലെ താര ദൈവങ്ങളായിരുന്നു എന്ന് എഴുതി വെച്ചു പോയി. ഇനി അത് മാറ്റാൻ പറ്റൂലല്ലോ. അന്ന് ഈ അവസരം ചോദിച്ച് ഇങ്ങനെ വെറുതെ നിൽക്കുന്ന മമ്മൂട്ടി ഓർമ്മയുണ്ടോ? ഒന്നും അല്ലാതെ ഞാൻ അന്ന് ഈ അനുഭവങ്ങൾ പാളിച്ചകളിൽ ഇങ്ങനെ ഓടി വരുന്നൊരു സീൻ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ആ പടത്തിനകത്ത് ആ സീൻ ഇല്ലായിരുന്നു. മമ്മൂട്ടി ഓടി വരുന്നത് അന്ന് ഈ അവസരം ചോദിച്ചു വരുന്ന മമ്മൂക്കായിരുന്നല്ലേ? ഒന്നും ആവുന്ന പ്രതീക്ഷയില്ല. ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അന്ന് ഡയലോഗ് വല്ലതും കൊടുത്തിട്ടുണ്ടായിരുന്നു മമ്മൂക്കയ്ക്ക്? എങ്ങനെ ഡയലോഗ് വല്ലതും കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പടത്തിൽ മമ്മൂക്കയ്ക്ക്? അതൊന്നുമില്ലായിരുന്നു. ഡയലോഗ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അന്നത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു അപ്പച്ചൻ അല്ലേ? ഏതാണ്ട് മമ്മൂട്ടിയേക്കാളും വീട്ടിലായിരുന്നു ആയിരുന്നു പറയാം. മമ്മൂട്ടി കൊതിയോടെ നോക്കുന്ന ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും പുള്ളിക്കാരുടെ ഒരു താല്പര്യം തോന്നി കാണുമല്ലോ. അന്നേ മമ്മൂക്ക നോട്ടിട്ടുണ്ട് അല്ലേ എന്ന് വേണേൽ പറയാം. ആ സ്നേഹം പിന്നീട് കാണിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും സദസ്സിൽ വെച്ചോ? അതിനുശേഷം കുറച്ച് നാളത്തേക്കൊക്കെ ആ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ മാറിപ്പോകുമല്ലോ. കാരണം അവരൊക്കെ വേറൊരു ലെവലിലോട്ടായി പോയി. വേറൊരു ലെവലാന്ന് പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ കയറി കെട്ടിപ്പിടിക്കാനൊന്നും ഒന്നുമില്ല. മമ്മൂക്കയോട് സംസാരിച്ച് സമയം കിട്ടുന്നുണ്ടോ? അതിനുശേഷം ഈ വെനീസിലെ വ്യാപാരി എന്ന സിനിമയ്ക്കകത്ത് ഞങ്ങളൊന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അന്നൊരു നോയമ്പിൻ്റെ കാലഘട്ടമായതുകൊണ്ട് അത് മുസ്ലിംസിൻ്റെ നോയമ്പിൻ്റെ സമയമായിരുന്നുകൊണ്ട് ഞാനും നോയമ്പ് നോക്കുമായിരുന്നു. അപ്പം അങ്ങനെ അടുത്ത് മനസ്സിലാക്കാനും സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അല്ല, സംസാരിക്കുമ്പോൾ ആ ബലപ്പെടുത്തി എപ്പോഴും ഉണ്ട്. ബലം കുറച്ചുള്ള പരിപാടി ഇല്ല. ഈ മോഹൻലാൽ കുറച്ചും കൂടെ ഓപ്പൺ അല്ലേ? ആരാ? മോഹൻലാൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഓപ്പണാണ്. അദ്ദേഹം എല്ലാ ആരെ കണ്ടാലും ചേട്ടാ അമ്മാവ എന്നൊക്കെ വിളിച്ച് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇടപെടാനായിട്ട് ലാലിൻ്റെ അത്രയും പഠിച്ച വേറെ ആരും. പഠിച്ച കള്ളൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ ചെറിയ വേഷങ്ങളിൽ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. ഇപ്പം ചേട്ടൻ കിങ്ങിനകത്തുള്ള ആ ഒരു അനുഭവം പറയും. കാര്യം എന്ന് പറഞ്ഞാൽ കിങ്ങിനകത്ത് ഞാൻ അതിശയിക്കുന്നത് സൂപ്പർ സ്റ്റാറിന് കിട്ടുന്ന ഒരു പെർഫോമൻസാണ് കിട്ടിയത്. ഞാനെൻ്റെ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് മദ്രാസിൽ നിന്ന് കോൾ വരുന്നത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു എൻ്റെ കാര്യമൊന്നും കുഴപ്പമൊന്നുമില്ല, നീ പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഒരു 8-10 പ്രാവശ്യത്തെ ഫോൺ വിളി വന്നു മദ്രാസിൽ നിന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു വേഷമാണ്, വേഗം തന്നെ എത്തണമെന്നും പറഞ്ഞു. ഇവിടെ ചെന്നപ്പോഴാണ് മുഖ്യമന്ത്രിയാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നത്.
അപ്പോൾ സാധാരണഗതിയിൽ ഈ ചെറിയ ആർട്ടിസ്റ്റുകളോടൊക്കെ ഈ പിന്നെ കോസ്റ്റ്യൂമറും മേക്കപ്പ് മാനും ഒക്കെ പെരുമാറുന്ന രീതിയൊക്കെ എനിക്ക് പണ്ടേ അനുഭവമുണ്ട്, ഉദയായി വെച്ചുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കണ്ടത്, സാറ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ ഡ്രസ്സ് ചെയ്യുന്നത്, അതോ ഡ്രസ്സ് കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്താൽ മതിയോ, അങ്ങനെ സൂപ്പർ സ്റ്റാറോടൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. അത് എന്നോട് ചോദിച്ചൊരു പെർഫോമൻസ് ആയിരുന്നു ദ കിങ്ങിനകത്ത്. അതും കഴിഞ്ഞ് പിന്നെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു അന്ന് മമ്മൂട്ടി. കാര്യം ഞാൻ ട്രെയിനിൽ എത്തിയിട്ട് അവിടെ ചെന്നിട്ട് വേണം ഈ സീൻ എടുക്കാൻ. അപ്പോൾ അതൊരു വലിയ അനുഭവമായി പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് എനിക്ക് ട്രെയിൻ മമ്മൂക്ക വെയിറ്റ് ചെയ്യുന്ന മനസ്സിലായി. വെയിറ്റ് എന്ന് പറഞ്ഞു, മമ്മൂക്ക വെയിറ്റ് ചെയ്യുകയാണ്, അപ്പോൾ ഞാൻ വേഗം മേക്കപ്പ് ചെയ്യണം. അദ്ദേഹം വെയിറ്റ് ചെയ്ത് അപ്പം അറിയാനൊക്കെ പുള്ളി ചിലപ്പോൾ ചൂടാവും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇല്ലില്ല, പേടിയൊന്നും ഇല്ലായിരുന്നു. കാരണം എനിക്ക് നേരത്തെ അറിയാമല്ലോ. ഭംഗിയായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മഞ്ഞളാംകുഴി അലി എന്ന് പറയുന്ന മന്ത്രിയായിരുന്ന ആളായിരുന്നു ഈ കിങ്ങിൻ്റെ പ്രൊഡ്യൂസർ. ഞങ്ങൾ ഒന്നിച്ചാണ് ഒരു AC കൂപ്പയിൽ ട്രെയിനിൽ തിരിച്ചു പോരുന്നത്. അതെനിക്കുള്ള ഭക്ഷണവും മഞ്ഞളാംകുഴി അലി സാറിനുള്ള ഭക്ഷണമൊക്കെ പ്രത്യേകം പൊതിഞ്ഞു തന്നു. സാമാന്യം നല്ല പേയ്മെൻറ്റൊക്കെ തന്നിട്ടാണെന്ന് വിടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം യഥാർത്ഥത്തിൽ ഈ കിങ്ങി പടത്തിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം ഞാനും എന്തോ ആണല്ലോ എന്നൊരു തോന്നലുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ്. അത് മനസ്സിലായല്ലോ വിനോദിന്? എനിക്ക് മനസ്സിലായി. ഈ അന്നത്തെ സാധനം മമ്മൂട്ടിയുടെ ഈ സംഭവമൊക്കെ ഡയലോഗൊക്കെ കടിച്ചാ പൊട്ടത് ഡയലോഗൊക്കെ പറയുന്നതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ സീനൊക്കെ ഞാൻ ചോദിക്കട്ടെ, അപ്പുറത്തെ സാറിന്റെ സീൻ ഇല്ലെങ്കിൽ തന്നെ മമ്മൂക്കയുടെ ഷൂട്ടിംഗ് കണ്ടായിരുന്നു അന്നത്തെ കണ്ടായിരുന്നു. ഭയങ്കര സംഭവങ്ങളായിരുന്നു. മുരളി എന്ന് പറയുന്ന വലിയ നടൻ എന്നെ കളിയാക്കിക്കൊണ്ട് വന്നിട്ട് ആ മീശയുടെ താഴെ കിടന്ന് പിന്നെ ലക്ഷണം കണ്ടോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സീനൊക്കെ ഭയങ്കര രസകരമായിരുന്നു. മമ്മൂക്കയുടെ പെർഫോമൻസ് എങ്ങനെ വിലയിരുത്തുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരു അസാധ്യ പെർഫോമൻസ് തന്നെയായിരുന്നു. കിടിലൻ ഇത്രയൊക്കെ പറയാന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കഴിവുണ്ടെങ്കിൽ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അല്ലേ? ഇംഗ്ലീഷ് അതേതും. അഡ്വക്കേറ്റ് ആയിരുന്നല്ലോ. എത്ര ദിവസം വർക്കിലുണ്ടായിരുന്നു? എനിക്കൊരു 3 ദിവസത്തെ വർക്കേ ഉണ്ടായിരുന്നു. കോമ്പിനേഷൻ ഒരുപാടുണ്ടല്ലോ മമ്മൂട്ടിയായിട്ട്? ഉണ്ട്. പിന്നെ ഈ ആലപ്പുഴ കൂടെയൊക്കെ ഞാൻ മന്ത്രിയായിട്ട് പോയിട്ടുള്ള സീനുകളുണ്ട്. പിന്നെ കർമ്മ സിനിമയ്ക്കകത്ത് ഞാൻ മന്ത്രിയായിരുന്നു. അതുപോലെ പിന്നെ വേറെയും പടങ്ങളിലൊക്കെ മന്ത്രിയായിട്ട് വന്നപ്പോൾ ഈ ഹൈവേ നിൽക്കുന്ന പോലീസുകാർക്ക് അറിഞ്ഞുകൂടല്ലോ ഈ വരുന്നത് കേരള സ്റ്റേറ്റ് നമ്പർ 1 കാരണത്ത് മുഖ്യമന്ത്രിയാണോ ഒന്നും. പക്ഷെ അവരൊക്കെ റോഡ് സൈഡിൽ നിന്ന് സല്യൂട്ട് ചെയ്യുമ്പോൾ അത്ര വലുതായിട്ടൊന്നും ഞാൻ തിരിച്ച് പ്രതികരിക്കാറില്ല. കാരണം ഞാൻ ചീഫ് മിനിസ്റ്ററാണെന്നുള്ളൊരു ബോധം ചെറുതായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ കാണിച്ചു സിനിമയിലെ. ഒറിജിനൽ പോലീസ്. കാരണം അവർക്ക് ഫ്രണ്ടിലും പുറകിലും പോലീസ് ജീപ്പും ആംബുലൻസും ഒക്കെ ആയിട്ട് പോകുമ്പോൾ പിന്നെ മന്ത്രിയല്ലാതെ വേറെ വല്ലതും ആണോ? അപ്പോൾ ഷൂട്ടൊന്നും അറിയുന്നില്ല. ക്യാമറ മുമ്പേ പോകുന്നു, പുറകെയും ക്യാമറ ഉണ്ട്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതിയൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു വാസ്തവത്തിൽ. സംവിധാനത്തെ വരെ കളിപ്പിച്ച വ്യക്തിയാണ് ഇരിക്കുന്നത്. കളിപ്പിച്ചിട്ടൊന്നുമില്ല, സിനിമ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തുന്നല്ലാതെ അവൻ അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ നടന്നുപോയ കാര്യങ്ങളാണ്. അതൊക്കെ എൻജോയ് ചെയ്തല്ലേ? എൻജോയ്. അപ്പോൾ മുഖ്യമന്ത്രിമാർക്ക് അനുഭവിക്കുന്ന ത്രില്ലെന്ന് പറഞ്ഞത് ഏതാണ്ട് ഉള്ളംകാല തൊട്ട് നെറുകന്തല വരെ ബ്ലഡ് ഇങ്ങനെ കിടന്ന് അടിക്കുന്ന അടിയാണെന്ന് അവസ്ഥ മനസ്സിലാക്കേണ്ടത്. കാരണം എന്തുവാണ് അതിൻ്റെ ഒരു ത്രില്ലെന്ന് പറഞ്ഞാൽ? യഥാർത്ഥത്തിലേ ഈ ഗുണ്ടയായിട്ട് ചെയ്യുന്നതാണോ സൗകര്യം, അല്ല ഇഷ്ടം, രാഷ്ട്രീയക്കാരനാണോ, ഇങ്ങനെയുള്ള വേഷം ചെയ്യാൻ കൂടുതൽ കംഫർട്ടബിൾ? എനിക്ക് മന്ത്രിയാണെന്ന് തോന്നുന്നു. മന്ത്രിയാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ. കാരണം അതിൻ്റെതായ ഒരു ബഹുമാനത്തിൽ ആളുകൾ നോക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ ആ സീൻ വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു സുഖമുണ്ട്. ഈ അന്ന് നമുക്കുള്ള കോമ്പറ്റീഷൻ ഞാൻ ചോദിക്കാന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് അറിയണം, നിങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത് ഈ നിങ്ങൾ റിഹേഴ്സൽ ചെയ്യാറുണ്ടോ? ആ റിഹേഴ്സൽ ടേക്ക് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് എടുത്തതിന് ശേഷമാണ് ഡയലോഗ് പറയുന്നത്. തെറ്റിക്കുകയാണെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ പോകാറുണ്ട്, ഭാഗ്യത്തിന് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത്. നമുക്ക് മുമ്പ് തെറ്റിച്ചിട്ടുണ്ടോ ഒരു ഡയലോഗെങ്കിലും? തെറ്റിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ വലിയ ഭയമൊന്നും ഇല്ലായിരുന്നു. അത് കാരണം എന്ന് വെച്ചാൽ അടൂർ ഗോപാലൻ സാറിൻ്റെ മതിലുകൾ പടത്തിൽ അഭിനയിക്കുമ്പോൾ 9 ടേക്കൊക്കെ മമ്മൂക്ക എടുത്തു. കാര്യം എന്ന് വെച്ചാൽ ഒരു കൊലമരം കാണിച്ചിട്ട് അവിടെ വരുമ്പോൾ അടൂർ ഗോപാലൻ സാറിനെ പറ്റി ഞാൻ പറയണ്ടല്ലോ, നിങ്ങളത് വന്നിട്ട് ഈ കൊലമരത്തിലോട്ട് നോക്കുന്നതായിട്ട് വരരുത്, ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ അത് കണ്ടു എന്ന് പറയണമെന്ന്. അതെടുക്കാനായിട്ട് 9 ടേക്ക് എടുത്തു. പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കിയത് അടൂർ സാറിനും വിഷമമില്ല, മമ്മൂക്കയ്ക്കും വിഷമമില്ല. എന്തില്ല, എത്രയും ടേക്ക് കൂടുതൽ പോകുന്നതിലേ. കാര്യം അത് പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണത്. എന്നിട്ട് അവസാനം അത് സജഷന് വെച്ചോളാൻ വേണ്ടിയിട്ടാണ് അവസാനത്തെ ടേക്ക് ഓക്കെ ആക്കിയത്. അല്ല ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള സാറിന് ഇങ്ങനെയുള്ള വഴങ്ങി കൊടുക്കുന്ന ആളല്ല മമ്മൂക്ക. അല്ല, അടൂർ സാറിന്റെ മുമ്പിലൊക്കെ പൂച്ചയാ. അത് പിന്നെ പറയാൻ നിവൃത്തിയില്ല. അത് കണക്കുള്ള വേഷങ്ങളൊക്കെ അദ്ദേഹം കൊടുത്തിരിക്കുന്നതേ.
ആ കാര്യത്തിൽ എന്തായാലും മമ്മൂക്കയും ടേക്കുകൾ വാരി കൂട്ടും എടുക്കണ. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് എല്ലാവരും അറിയുന്ന ഒരാളല്ലേ. അപ്പോൾ ഒരു തെറ്റി പോകുന്ന ഇത്രയും ഒരു നടനായിട്ട് തെറ്റി പോകാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ പിന്നെ നമുക്ക് ടേക്ക് വാരി കൂട്ടുന്ന കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. മോഹൻലാലോ അത് ഈ പറഞ്ഞ കണക്ക് ഒരു നടന വിസ്മയം എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം മുഖത്ത് ഇത്രയും ഭാവങ്ങൾ വിരിയുന്ന ഒരാളിനെ കാണാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ അദ്ദേഹമായിട്ട് കിരീടത്തിൽ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി. ഞാൻ കീരിക്കാടൻ ജോസിൻ്റെ പ്രസിഡൻ്റായിട്ടാണ്. ഇപ്പോഴും ഓർമ്മയുണ്ട്. മുരളി പിന്നെ അതെ, കീരിക്കാടൻ കിടക്കുന്ന സമയത്ത് തനിക്കറിയാവോടോ ആരാ ചെയ്തെന്ന് മുരളി ചോദിക്കുമ്പോൾ എനിക്കറിഞ്ഞുകൂടാ. അപ്പം ഞാൻ കയറി ഇടയ്ക്ക് പറയും ജോസേട്ടൻ അറിയാം. അപ്പം മുരളി സാർ ചോദിക്കും, മുരളിച്ചേട്ടനെ ഞാൻ വിളിക്കുന്ന ഇല്ലേ നടൻ, തന്നോട് ചോദിച്ചോളൂ. പോയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഗിരിക്കാരനോട് ചോദിക്കുകയാണ്, അതായത് മോഹൻ രാജ്, തങ്ങളുടെ പേരതാ, കാഞ്ഞിരക്കുളംകാരനാണ്, തിരുവനന്തപുരം. എനിക്കറിഞ്ഞുകൂടാന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, എനിക്ക് അവനെ വേണമെന്ന്, അതായത് മോഹൻലാലിനെ, സേതുമാധവനെ. അപ്പം അങ്ങനെയുള്ള നിർണായകമായ സീനിലൊക്കെ വരാനുള്ള ഭാഗ്യം. നല്ല സീൻ ഇപ്പോഴും മലയാളികൾ ഓർക്കുന്നതല്ലേ. കിരീക്കാടന്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഒരു വിലയുണ്ട് കൂടെ. ഭയങ്കര. ഞങ്ങൾ ഒന്നിച്ച് ഒരു മുറിയാണ് താമസിച്ചിരുന്നത്. ഈ പരുക്കം സ്വഭാവമൊന്നും ഇല്ല പുള്ളിക്ക്. ഈ അതിനകത്ത് കാണിക്കുന്ന പരുക്കം സ്വഭാവമൊന്നും ജീവിതത്തിലില്ല. അദ്ദേഹം എൻഫോഴ്സ്മെന്റിൽ ഉദ്യോഗസ്ഥനായിരുന്നു. എയർഫോഴ്സിലല്ലേ? അല്ല, എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഈ സ്വർണം പിടിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഈ പുള്ളിക്ക് നിങ്ങൾ സംസാരിച്ചപ്പോഴും പുള്ളിയുടെ ജീവിതം പോലും മാറ്റിമറിക്കുന്ന റോളാണ് കിരീക്കാടന് പേര് കിട്ടും എന്നുള്ള ഒരു സങ്കല്പമൊക്കെ പുള്ളിക്ക് ഉണ്ടായിരുന്നു. പ്രതീക്ഷ ഉണ്ടായിരുന്നു കിരീക്കാടന്. അങ്ങനെയൊന്നും കിരീടം നടക്കുന്ന സമയത്തില്ല. പക്ഷെ പടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കിരീക്കാടൻ എന്ന് പറഞ്ഞത് ഏതാണ്ട് ലാലിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറി. തീർച്ചയായിട്ടും അതെ. നിങ്ങൾ റൂമിൽ കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരിയൊക്കെ പറയുമായിരുന്നു. ഇപ്പോഴും വിളിക്കാറുണ്ട് പുള്ളിയെ. പക്ഷെ പുള്ളി നല്ല സുഖമില്ലായിരിക്കുകയാണ് ഇപ്പോൾ, എന്നാണ് എൻ്റെ അറിവ്. എപ്പോഴും കിട്ടാറില്ല വിളിച്ചാലിപ്പോൾ. അല്ല, ഇങ്ങനെയുള്ള ഇത് ഒരു നാളത്തെ ഷൂട്ടിങ്ങിനെ ആയിരിക്കും ലാലിനെ അടിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനൊന്നും ചെയ്യാറില്ല. ചെല്ലുമ്പോൾ ചെയ്യുന്നത് മാത്രമല്ലാതെ രാത്രി ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ വിളിക്കാറൊന്നുമില്ല. പക്ഷെ അപ്പോൾ ഒരു പെർഫോമൻസ് ആയിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. ആദ്യമായിട്ട് അഭിനയിക്കുന്നില്ല പുള്ളി? അത് ആദ്യമായിട്ടായിരുന്നു കിരീടത്തിൽ അഭിനയിക്കുന്നത്. കിരീടത്തിൽ സിനിമയിൽ അഭിനയിക്കുന്ന ആദ്യമായിട്ടായിരുന്നു. പക്ഷെ അതിൻ്റേതായിട്ടുള്ള യാതൊരുവിധ, പക്ഷെ അതിനുശേഷം പുള്ളിക്ക് അത്രമേൽ ഒരു വേഷം കിട്ടുമോ അല്ലെങ്കിൽ വേറെ പടങ്ങൾ ചെയ്യുമോ ഒന്നും ആയിട്ടില്ല. പിന്നെ തെലുങ്കിലും തമിഴിലും ഒക്കെ ആയിട്ട് പോയി പുള്ളി. പക്ഷെ ഈ ഇങ്ങനൊരു സംഭവം പിന്നെ ഒരു ഈ പേര് തന്നെ മാറ്റിമറിക്കേണ്ട അവസ്ഥ പടത്തിലുണ്ടായല്ലോ പുള്ളിക്ക്. അതെ അതെ. കിരീടത്തിന് രസകരമോ ഓർമ്മകളോ വല്ലതും ഉണ്ടോ പടത്തിൻ്റെ? കിരീടത്തിലെ രസകരമായിട്ടുള്ള ഓർമ്മയെന്ന് പറയാനായിട്ട് ഈ ലാല് ഒരിക്കലും ഈ പറഞ്ഞതുപോലെ അയാളെ കൊല്ലണമെന്നോ ഒന്നുമില്ലെങ്കിലും പിന്നെ തെലുങ്കൻ ചേട്ടൻ്റെ ഏറ്റവും വലിയ പെർഫോമൻസ് കിരീടത്തിലായിരുന്നു ഞാൻ പറയും. കാരണം തൻ്റെ മകനൊരു സബ് ഇൻസ്പെക്ടറായിട്ട് കാണുമെന്ന് ഈ ഹെഡ് കോൺസ്റ്റബിളിന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ വിധി എന്ന് പറയുന്ന സംഗതി എങ്ങനെ വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ മാറി മറിച്ച് പുള്ളി ഒരു ഗുണ്ടയായിട്ട് അറിയപ്പെടുന്ന രീതിയിൽ വന്നുപോയി. അതിനകത്ത് ഇത്രയും വേദനിക്കുന്നൊരു അച്ഛനെ കാണിച്ച തിലകൻ ചേട്ടൻ്റെ മുമ്പിൽ എല്ലാ അഭിനയ പ്രതിഭകളും അതിന് താഴെ വരത്തുള്ളൂ എന്നേ പറയാൻ പറ്റും. വേറൊരു സംഭവം ഞാൻ പെർഫോമൻസ് ഷൂട്ടിംഗ് സമയത്ത് കണ്ടിട്ടുണ്ട്. അത് കൂടാതെ പുള്ളിയുടെ പല പടങ്ങളിലും അതിൻ്റെ ആ പെർഫോമൻസ് വന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ പലതിലും ഒരു താത്വികനായിട്ടൊക്കെ കൈകാര്യം ചെയ്യുകയും സന്യാസിയായിട്ടൊക്കെ അഭിനയിക്കുന്ന സമയത്ത് തിലകൻ ചേട്ടൻ്റെ അഭിനയത്തെ പറ്റി ഒന്നും ഒരു പകരം വെക്കാനില്ലാത്ത ആളെന്ന് പറയാം വാസ്തവത്തിൽ. അതുപോലെ മലയാളികൾ ഒരിക്കലും മറക്കത്തില്ല ക്യാ ഫുൾ ബോട്ടിൽ ക്യാ ഹാഫ് ബോട്ടിൽ. അതെ അതെ, സന്ദേശത്തിനകത്ത് അത് ഇപ്പോഴും കണ്ടാൽ അതിന് അതിനേക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി മാമുക്കോയെ വന്നിട്ട് തിലകൻ ചേട്ടനോട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മറ്റേ മന്ത്രി ഇന്നസെൻ്റ് ഇപ്പോൾ വേണേൽ കാര്യത്തൊട്ട് വന്നിച്ചു, പിന്നീട് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഉടനെ ചോദിച്ചു, പിന്നെ ജയറാം സംസ്ഥാന സെക്രട്ടറി മറ്റാണ്, ഇയാൾ ആരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറയാൻ അറിയാം, അച്ഛൻ ഈ വീടിൻ്റെ ഓണർ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഹിന്ദിയൊന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആ സമയത്തൊക്കെ തിലകൻ ചേട്ടനെ ആക്കി താല്പര്യമില്ല, ഈ മകനെയും താല്പര്യമില്ല. അതല്ലേ അതിനകത്തുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതൊക്കെ എന്തു രസകരമായിട്ട് അതിന്റെ സംഭവ സമയത്ത് ഈ ഫുൾ ബോട്ടിൽ സ്ക്രിപ്റ്റിലുള്ളതാണ്, ചുമ്മാ അടിക്കുന്ന അല്ല, അതൊക്കെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. നാരിയൽ കപ്പാനി പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഹാഫ് ബോട്ടിൽ ഫുൾ ബോട്ടിൽ. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് കൊടുക്കാൻ പറയുമ്പോൾ അതൊന്നും അല്ല, കരിക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഹിന്ദി അറിയാൻ മേലാത്ത ഹിന്ദി അറിയാവുന്നവർ ആരും ഇവിടെ ഇല്ലെന്നാണ് ചോദിക്കുന്നത്. ഒറ്റ ചോദിക്കുന്നുണ്ടോ? നമുക്ക് അസാധ്യ പെർഫോമൻസാണ്. ഒരു നേതാവ് കേന്ദ്രത്തിൽ നിന്ന് വരുമ്പോൾ കാണിക്കുന്ന അതേ ഒരു താല്പര്യം
ഷൂട്ടിംഗ് നടക്കുന്നതൊക്കെ എന്ത് ഭയങ്കര സമയമായിട്ട് മാമുക്കോയെ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ മാമുക്കോയെ വിളിച്ചിരുന്നു ഫോണിൽ, സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു, ശബ്ദമില്ലായിരുന്നു, ഇപ്പം എല്ലാം മാറി സുഖമായെന്നൊക്കെ പറയുന്നു, ഒരു വർക്ക് വരുന്നുണ്ടെന്നും പറഞ്ഞു. ഒരു മണ്ടനായ അല്ലെങ്കിൽ ഒന്നിനെ പറ്റി അറിയാത്ത ഒരു കേന്ദ്രമന്ത്രിയും വരുന്നു. അതെ അതെ, ഇന്നസെന്റ്. അപ്പൊ അതിന്റെ നിങ്ങളുടെ കൂട്ടായ്മ ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ മലയാളികൾക്ക് എല്ലാം ഓർമ്മയുണ്ട്. ആ ടേക്ക് എടുക്കുന്ന സമയത്ത് റിഹേഴ്സലൊക്കെ നോക്കി എങ്ങനെയൊക്കെയായിരുന്നു അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു ആ സീന്? അത് ഒന്നും വലിയ റിഹേഴ്സലൊന്നും കൂടാതെ ഭംഗിയായിട്ടങ്ങ് പോവുമായിരുന്നു, വാസ്തവത്തിൽ ഒരു ഒഴുക്ക് പോലെ തന്നെ അങ്ങ് പോവുമായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ചൊന്നും വലിയ റിഹേഴ്സലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നിങ്ങളെല്ലാം എൻജോയ് ചെയ്താണ് ചെയ്തത്? എൻജോയ് ചെയ്തത്. അത് കാര്യം വെച്ചാൽ ഇത് അതിന്റെ ഭയങ്കര രസകരമായിരുന്നു. അതുപോലെ തന്നെ ശങ്കരാടിച്ചേട്ടനെ മറക്കത്തില്ലല്ലോ, എന്ത് പറഞ്ഞാലും പോളണ്ടിനെ പറ്റി ഒന്നും പറയരുതെന്നൊക്കെ പറയുന്ന ഒരുപാട് ഡയലോഗ് ഇതിനകത്തുണ്ടല്ലോ. അല്ല അത് പിന്നെ മലയാളികൾ പിന്നെ താത്തുയ്യ അല്ലെങ്കിൽ എന്താണ് സൈത്താന്തിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കമ്മ്യൂണിസത്തെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ശ്രീനിവാസന്റെ ആ ഡയലോഗ് ഒന്നും വാസ്തവത്തിൽ മറക്കാൻ പറ്റത്തില്ല. അത് ഇത്രയും നാളെ ഒരു മലയാളി പോലും മറക്കാനാവാത്ത ഒരു ചിത്രമായിട്ട് മാറും അന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഇത്ര ഹിറ്റാവും നമുക്കൊരു പടം നടക്കുമ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ പിൽക്കാലത്ത് അത് വലിയ ഹിറ്റായി. ശങ്കരാഭരണം എന്നൊക്കെ പറഞ്ഞ പടം ഒരുപാട് തണുത്ത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നിട്ട് കിട്ടാതിരുന്നിട്ട് അവസാനം കയറി ഓടിയപ്പോൾ എന്തായി അല്ലേ? തീർച്ചയായിട്ടും ഇന്ന് പറഞ്ഞ കണക്കാണ്. ഇതൊന്നും തലയിലെടുത്ത് നേരത്തെ പറയാൻ പറ്റില്ല. അത് കയറി ഹിറ്റാകാം, ചിലപ്പോൾ ഒന്നും അല്ലാതായി പോവാം. ഇതൊക്കെ സംഭവിക്കുന്നത് ഒരു വിധി അല്ലെങ്കിൽ ഒരു പ്രത്യേക ശക്തി അതിൻ്റെ പുറകിലുണ്ടെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഈ സെറ്റിലൊക്കെ ചെല്ലുമ്പോൾ ജോളിയാണ്, ഇവരുടെ നല്ല സഹകരണമാണ് എല്ലാവരും? തീർച്ചയായിട്ടും. സെറ്റിലെ കൂട്ടുകാരനാരാ? സെറ്റിലെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജഗതി ശ്രീകുമാറായിരുന്നു. ഇത് കണക്ക് ഒരു മനുഷ്യസ്നേഹി അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൺസിഡറേഷനുള്ള ഒരാൾ ജഗതിയെ പോലെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അതിന് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സിനിമയിൽ ജഗതി വരുന്നതിന് മുമ്പേ ഉള്ള സൗഹൃദമായിരുന്നു. കെ സേതുമാധവൻ്റെ കന്യാകുമാരി എന്ന് പറഞ്ഞ കമലഹാസൻ്റെ ആദ്യത്തെ പടം, അതിൽ ഞാനൊരു ബിസിനസ്സുകാരനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അന്ന് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് മല്ലിക എന്ന് പറയുന്ന നടിയായിരുന്നു. അന്ന് തൊട്ടേ ജഗതിയായിട്ടുള്ള സൗഹൃദം, ഈ അപകടമൊക്കെ നടന്നു കഴിഞ്ഞ് ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ കണ്ടു. പഴയ പരിചയം വെച്ച് ചിരിക്കുന്നു. അത് ഞാൻ ചോദിക്കാൻ പറ്റും, ചെല്ലുമ്പോൾ തിരിച്ചറിഞ്ഞായിരുന്നോ? തിരിച്ചറിഞ്ഞു. എങ്ങനെ പ്രതികരണം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഒന്ന് തരാം. ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട് ഇപ്പോൾ കാണാൻ വേണ്ടി. വന്നുണ്ടെങ്കിലും വളരെ റിസ്ട്രിക്റ്റഡ് ആണ്, അത്യാവശ്യമുള്ളവർ മാത്രമേ കാണിക്കാറുള്ളൂ. അപ്പോൾ ആരെ വിളിച്ചിട്ടാണ് പോയത്? ഞാൻ ആരെയും വിളിക്കേണ്ട കാര്യമില്ല. ചെന്ന് കഴിഞ്ഞാൽ എന്നെ അറിയാം, അവർക്ക് വീട്ടുകാർക്കെല്ലാം അറിയാം. ഒന്നും വിളിക്കാൻ സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റിയോട് ചോദിച്ചിങ്ങനെ അപ്പച്ചൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റി വിട്ടേക്കാൻ പറയും. അപ്പോൾ ചെന്നിട്ട് കണ്ടിട്ട് തിരിച്ചു പോകും. ഒരുപാട് ആൾക്കാർക്ക് വരുന്നുണ്ട് വെളിയിൽ നിന്ന് കാണാൻ. ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി പേര് വരുന്നുണ്ട് കാണാനൊക്കെ. പെർമിഷൻ ഇല്ലല്ലേ? അങ്ങനെ നിർബന്ധമായിട്ടൊന്നും വലിയ പെർമിഷൻ വെക്കാതെ പിന്നെ വിശ്രമിക്കുന്ന സമയത്താണെങ്കിൽ കാണിക്കും. അല്ലാതെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് അല്ലെ കുളിപ്പിക്കുന്ന കാര്യത്തിൽ അങ്ങനെയൊക്കെയുള്ള സമയത്ത് മാത്രമേ കുറച്ച് നേരത്തേക്ക് കാണിക്കാതിരിക്കത്തുള്ളൂ. എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ? ഇല്ല, ഒന്നും സംസാരിച്ചില്ല. അല്ല, ഞാൻ അപ്പച്ചൻ്റെ അങ്ങോട്ട് ചോദിച്ചായിരുന്നോ? ഇല്ല, ഒന്നുമില്ല. അറിയാം, ഒന്നും സംസാരിക്കുന്നു അറിയാവുന്ന നിലയിൽ കണ്ടിട്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷനെ തിരിച്ചു പോരുക എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒരുപാട് കണ്ട ആളാണ്. ഏത് വേഷം, എന്ത് വേഷം എന്തായാലും ശരി, ഈ ഡയലോഗ് മറ്റേ നേരത്തെ വിനോദ് പറഞ്ഞ കണക്ക് സ്ക്രിപ്റ്റ് ഇല്ലാത്ത രീതിയിലേക്ക് കയ്യിന്നിടുന്നതിൽ ഭയങ്കര വിദഗ്ധരായിരുന്നു. അതിട്ട് കഴിയുമ്പോൾ ഏറ്റവും സൂപ്പറാവും. ആ സെറ്റിൽ തന്നെ എല്ലാവരും ചിരിച്ചു പോകും. നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ജയരാജ് സാറിൻ്റെ നായിക പടത്തിനകത്ത് ജയറാമിൻ്റെ, അതെ, ശാരദ അപ്പച്ചനകത്ത് വേഷമുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു വേഷമുണ്ട്. ആ വേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലൊക്കേഷൻ ചെന്നായിരുന്നോ? ലൊക്കേഷൻ ചെന്നു. ഞങ്ങൾ കണ്ടു. ജയരായിട്ട് പരിചയമുണ്ട്. സംസാരിച്ചപ്പോൾ പറഞ്ഞു അപ്പച്ചന് വേഷം ഇല്ലെങ്കിൽ ഞാൻ ഈ പടത്തിൽ അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ആരും പറയത്തില്ല. കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ഇപ്പോൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അതിനത് മന്ത്രിയാക്കുകയായിരുന്നു. വേഷം പിന്നെ കുത്തി കയറ്റുകയോ ചെയ്ത്? അല്ല, അങ്ങനെയൊന്നുമില്ല. അതിനകത്ത് വേഷം ഉണ്ടായിരുന്നു, മന്ത്രിയുടെ വേഷം. അതെനിക്ക് തന്നെന്ന് മാത്രം. ഈ അപ്പോൾ ആ ഒരു അടുപ്പം വെച്ചാണ് ഇപ്പോഴും പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇതുവരെ? എത്രയോ പടങ്ങളിൽ ഞങ്ങൾ പിന്നെ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ജലോത്സവത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചായിരുന്നു. അതുപോലെ ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അമ്പിളിയായിട്ട്. ഈ അമ്പിളിച്ചേട്ടൻ ഫ്രെയിം വരുമ്പോഴത്തേക്ക് ഒരു ടെൻഷൻ കാണും, എന്താ കയ്യിൽ നിന്ന് കാണിക്കുന്നൊന്നും അറിയത്തില്ലല്ലേ? ഒന്നും പറയാനൊക്കത്തില്ല. കൂടെ നിൽക്കുന്നവരൊക്കെ അറിയാതെ ചിരിച്ചു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ ചിരിക്കേണ്ടാത്ത സാഹചര്യമായിരിക്കും. പക്ഷേ ഇദ്ദേഹത്തിന് പെർഫോമൻസ് കണ്ട അങ്ങനത്തെ അനുഭവം ഉണ്ടായിരുന്നു. ചിരിച്ചു പോയ സന്ദർഭങ്ങൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എല്ലാം വേർതിരിച്ച് ഇപ്പോൾ പറയാൻ പറ്റത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അമ്മാതിരി ഗോഷ്ടി കാണിച്ചു, സ്ക്രിപ്റ്റ് ഇല്ലാതെ ഗോഷ്ടി കാണിച്ചോളൂ. സ്ക്രിപ്റ്റ് ഇല്ലാതെ തന്നെ പലതും കയ്യിൽ നിന്ന് ഇടുമ്പോൾ നല്ല സന്ദർഭോചിതമായി ചെയ്യുന്നതുകൊണ്ടാണെങ്കിൽ ഡയറക്ടർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. നന്നായിരിക്കുന്നെന്ന് പറയാൻ, അല്ലാതെ വേറൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ എന്ന് പറഞ്ഞ് പോവുകയാണ് സാധാരണ പതിവ്. അപ്പോൾ ആ അങ്ങനെ ഇളയിൽ അഭിനയിച്ച ആ നടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പോൾ സങ്കടം തോന്നി? തീർച്ചയായിട്ടും. അത്രേ ഉള്ളൂ.
സങ്കടം മാത്രമേ. ഇനി തിരിച്ചൊരു പിറക്കം ഉണ്ടാവും. അത് ഒരു അത്ഭുതം നടന്നാൽ തിരിച്ചു വരാം, അല്ലാതെ വേറൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം ഒരു പരാശക്തിയുടെ കൈയിരിക്കുന്നതല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തിരിച്ചുവരവ് സാധ്യത ഇല്ലെന്ന് തോന്നുന്നു. ഇനി പഴയ ഇളകി മറ്റേ കിലുക്കത്തിൽ ഇളകി നടക്കുന്ന ഒരു ജഗതി കിട്ടും. അങ്ങനെ നമുക്ക് ഇപ്പം നമുക്കാർക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ പഴയതിലും ഗംഭീരമായിട്ട് ചിലപ്പോൾ വന്നെന്ന് വരാം. ഒരു അത്ഭുതം സംഭവിക്കണം. അങ്ങനൊരു വിദൂര പ്രതീക്ഷ ചിലപ്പോൾ പറയാറില്ലേ, സ്റ്റിൽ മിറക്കിൾസ് ആർ ഹാപ്പനിങ് എന്നൊരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരാം. അങ്ങനെ ഒരു പ്രതീക്ഷ ഉള്ളിനുള്ളിലുണ്ടല്ലേ? ഉണ്ട്. അല്ലെങ്കിൽ ആ ജഗതിയുടെ അഭാവത്തിൽ ഇപ്പോൾ ഒരുപാട് നടന്മാർ പുതിയതായിട്ട് വന്നിട്ടുണ്ടല്ലേ? ഒത്തിരി പേര് വന്നിട്ടുണ്ട്. സുരാജിനൊക്കെ ഇത്ര അവസരം കിട്ടിയത് ഒരു പക്ഷേ അതുകൊണ്ട് തീർച്ചയായിട്ടും ആളുകൾ പറയാറുണ്ട് മൊത്തത്തിൽ. പക്ഷേ അദ്ദേഹം ഒന്നും ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ദേശീയ അവാർഡ് വരെ കിട്ടിയ നടനാണ് സുരാജ് വെഞ്ഞാറമൂട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായി എന്ന് മാത്രം അദ്ദേഹത്തിൻ്റെ തലയിലെടുത്ത് എന്നല്ല പറയാൻ പറ്റുമോ. ജഗതി പോയപ്പോഴത്തേക്കും ഒരുപാട് പേര് വന്നു, ഒത്തിരി കാര്യം പകരം വെക്കാൻ വേറൊരാളില്ല. അതാണ് സത്യം. ഈ എന്തായാലും ഒരു കാര്യം ചോദിക്കാതിരിക്കാൻ പറ്റും. ജഗന്റെ കൂടെ ഉള്ള ഒരു അഭിനയം കോളിളക്കത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവസാനത്തെ പടം അല്ലേ? അവസാന കോളിളക്കം, മരിക്കുന്ന പടം കോളിളക്കമായിരുന്നു. അത് പറയാം. ജയന്റെ കൂടെയുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതുല്യ നടൻ എന്ന് പറയുന്നതിനോടൊപ്പം ജയൻ ഒരു ഭയങ്കരമായിട്ട് ഈ കഴിവ് വികസിപ്പിച്ച് അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ ഒരു പെർഫെക്ഷനിലേക്ക് വന്ന ഒരാളാണ്. പിന്നെ ഏത് പടം എടുത്താലും പുള്ളി അഭിനയിച്ച് നന്നാകുമെന്ന് പറയാൻ ഒക്കത്തില്ല. ആദ്യമേ തുടങ്ങി അദ്ദേഹം നല്ല രീതിയിലാണ് പെർഫോമൻസ് എല്ലാം വന്നിരിക്കുന്നത്. ജയൻ്റെ ശരപഞ്ചരം മാത്രം മതി എടുത്തു പറയത്തക്കത്. അതുപോലെ ശക്തി, പിന്നെ എത്രയോ പടങ്ങൾ, അതിലെല്ലാം നല്ല രീതിയിൽ ചെയ്ത ഒരാളാണ്. കോളിളക്കത്തെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. കോമ്പിനേഷൻ സീനിൽ ഉണ്ടായിരുന്നു. കൊല്ലത്ത് വെച്ചായിരുന്നു എൻ്റെ ഷൂട്ടിംഗ്. ഓർക്കാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു ദുരന്തം വന്ന് ഇതിനകത്ത് മരിക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ അതിനെപ്പറ്റി പറയാൻ പറ്റുന്നത്, ഈ മരിച്ചെന്ന് പറഞ്ഞുള്ള വാർത്ത ആയി കഴിഞ്ഞപ്പോൾ ഒത്തിരി സ്ത്രീകൾ കരയുന്നത് ഞാൻ കണ്ടു. കാരണം അവരുടെ എല്ലാം ഹൃദയത്തിൽ ഈ നടൻ്റെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. കാരണം മറ്റാർക്കും കൊടുക്കാത്തൊരു വലിയ, ഇത്രയും കൊല്ലമായിട്ടും ഇന്നും ജയൻ്റെ ഓർമ്മകളും ഒക്കെ ആയിട്ട് ഓരോ സ്ഥലത്ത് ആഘോഷിക്കുന്ന ഞാൻ ആഘോഷിക്കുകയല്ല, ആചരിക്കുന്ന ഒരു അവസ്ഥ ഞാൻ കാണുന്നത് വേറെ ആർക്കും ഉണ്ടായിട്ടില്ല. ഒരു നടൻ ഇല്ല. നസീർ സാർക്ക് എത്രയോ പടങ്ങളിൽ എത്രയോ പാട്ടുപാടി എന്തെല്ലാം ഷീലാമ്മയായിട്ട് ഇത്രയും റെക്കോർഡ് സൃഷ്ടിച്ച ഒരു നടന് ഇതുപോലെ നല്ല ഒരു സുന്ദരനെ ഇനി കാണാൻ പറ്റുമെന്ന് നമുക്കറിയാൻ ഒക്കത്തില്ല. പക്ഷേ അതുപോലെ തന്നെ സ്വഭാവമായിരുന്നു. നല്ല ആരെ പറ്റിയും ഒരു കുറ്റവും പറയാത്ത, ആരെങ്കിലും ചെന്ന് പുള്ളിയോട് എന്തെങ്കിലും ഇന്നയാൾ സാറിനെ പറ്റി മോശമായിട്ട് പറഞ്ഞല്ലോ എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ഓർക്കാതെ പറഞ്ഞതായിരിക്കും എന്ന് പറയുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയുടെ 3-4 മാസം വർക്ക് ചെയ്ത ആളല്ലേ? തീർച്ചയായിട്ടും. അദ്ദേഹത്തിന് ഞാൻ പഠിച്ച സ്കൂൾ സെൻറ്റ് ജോസഫ് ഹൈസ്കൂളായിരുന്നു പുന്നപ്ര എന്ന് പറഞ്ഞ സ്ഥലത്തെ. അപ്പം ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കൂടെ നമുക്ക് ഒരു സ്വീകരണം സാറിന് തരണമെന്ന് ആഗ്രഹമുണ്ട് ഈ നാട്ടുകാർക്ക്. അതിനെന്താ ഞാൻ വരാം. അങ്ങനെ പറഞ്ഞ് ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് വരാൻ തയ്യാറായത്. അപ്പം ഞാൻ കൊല്ലത്ത് ചെന്ന് ഒരു ബെൻസ് കാറിനകത്ത് കൊണ്ടുവരികയായിരുന്നു. അപ്പം ഇവിടെ ഒരു സംഭവം നടന്നത്, അത് പറയാൻ കൊള്ളാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും പറഞ്ഞത് കോൺഗ്രസ് ചേരുന്നെന്ന് ഒരു അഭ്യൂഹം പരന്നായിരുന്നു. അതൊക്കെ വിനോദം അറിയാം. അപ്പോൾ അങ്ങനെ ഈ ആകുന്നു എന്ന് കേട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനകത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് കുറച്ച് പ്രവർത്തകർ അതിനകത്ത് കരിങ്കൊടി കാണിക്കാനായിട്ടൊരു സംഭവം. അപ്പോൾ അന്ന് വിജിലൻസിൻ്റെ DYSP ആയിരുന്ന വർഗീസ് മാത്യു എന്ന് പറയുന്ന ആലപ്പുഴയിരുന്ന ആളിന് ഞാൻ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനൊരു സ്വീകരണം അറേഞ്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആളായിട്ട് നിൽക്കുന്ന ഞാനാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഈ കരിങ്കൊടി കാണിച്ചാൽ അത് പ്രേം നസീർ എന്ന് പറയുന്ന നടനോട് കാണിക്കുന്ന അനാദരവല്ല, മറിച്ച് ഭാരതത്തോട് കാണിക്കുന്ന അനാദരവാണ്. കാരണം പത്മശ്രീ പ്രേം നസീറാണ്. അത് ശരിയാണല്ലോ, അദ്ദേഹത്തെ രാഷ്ട്രം ആദരിച്ച സ്ഥിതിക്ക് ഒരു കരിങ്കൊടി കാണിക്കാതിരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് 2 വണ്ടി പോലീസിനെയൊക്കെ അവിടെ നിന്ന് അറേഞ്ച് ചെയ്തു. ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ആളുടെ ചെരുപ്പ് പോയവരുണ്ട്, ഷർട്ട് കീറിയവരുണ്ട്, ഈ തിരക്കുമുണ്ട്. അദ്ദേഹത്തെ കാണാനുള്ള ആവേശം വന്ന് ഭയങ്കരമായിരുന്നു. അപ്പോൾ ഈ കൊല്ലത്തുനിന്ന് വരുന്ന വഴി എന്നോട് ചോദിച്ചു, അപ്പം ഞാനവിടെ വന്ന് ഈ സ്വീകരണത്തിന് ആദ്യം പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതുള്ളത് കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുകൊണ്ട് ഇതൊന്നും ഞാൻ അവതരിപ്പിച്ചില്ല. മറിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ഈ പുന്നപ്രയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ അനശ്വരരായ രക്തസാക്ഷികളെയാണ് ഓർമ്മിക്കുന്നതെന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞ്
സ്വീകരണം തുടങ്ങുകയാണ്. അതിനു മുമ്പ് ഞാൻ ഈ അപ്പച്ചൻ്റെ നിർബന്ധം കൊണ്ടാണ് നിങ്ങളോടൊക്കെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ അനശ്വരരായ രക്തസാക്ഷികളെയാണ് ആദ്യമായിട്ട് ഓർമ്മിക്കുന്നതെന്ന് പറഞ്ഞ് കരിങ്കൊടിയല്ല ഇവിടെ പോയെന്ന് കണ്ടില്ല. അങ്ങനെ ഭയങ്കരമായ നമ്പർ കാണിച്ചു കൊടുത്ത ആള് ഞാനായിരുന്നു തന്നെ. എനിക്ക് തീർച്ചയായിട്ടും അതെന്തുമാത്രം മോശമായി പോയെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തത്. അതതുപോലെ പറയുകയും ചെയ്തു. അതിനുശേഷം കുറച്ച് കൂടുതൽ അടുത്തു. പിന്നെ ഭയങ്കരമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഈ കോൺഗ്രസിൻ്റെ സ്വീകരണത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ കൂടെ പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഉദയ സ്റ്റുഡിയോയിലും മറ്റ് സ്ഥലങ്ങളിൽ കൊടുക്കുന്ന ആ ഒരു സ്വീകരണവും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അങ്ങനെ രാവിലെ നാരങ്ങ വെള്ളം, കുറച്ച് കഴിഞ്ഞാൽ ജ്യൂസ്, ഫ്രൂട്ട്സ് ഇതെല്ലാം അരിഞ്ഞരിഞ്ഞ് എൻ്റെ പാത്രത്തിനകത്തൊക്കെ കൊടുക്കുക, നല്ല ഭക്ഷണം, കരിമീൻ വറുത്തതും ചെമ്മീൻ കൊഞ്ചും വറുത്തതൊക്കെ. അങ്ങനെയുള്ളൊരു രീതി കഴിയുന്ന ആളിന് ഈ കോൺഗ്രസിൻ്റെ ഈ സമ്മേളനത്തിന് പോകുമ്പോൾ 11 മണിയായിട്ട് പോലും ഒന്നും കൊടുത്തില്ല. അപ്പം എൻ്റെ അടുത്ത് തോട്ടപ്പള്ളി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സ്വീകരണത്തിന് പ്രസംഗിച്ച് നടക്കുകയല്ലേ, ഇതൊന്നും കൊടുക്കുന്ന കാര്യത്തെ പറ്റിയൊന്നും രാഷ്ട്രീയക്കാർക്ക് ഇത് വല്ലെന്നൊന്നുമില്ല. ഉടനെ തന്നെ അവരുടെ അടുത്ത് വന്ന് അപ്പച്ച വളരെ വിഷമിക്കുന്നു, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു പറഞ്ഞു. ഞാൻ ഒരു ഇക്കയുടെ കടയിൽ കയറി 2 പച്ചപ്പഴവും 2 പൊറോട്ടയും ഒരു ചായയും വാങ്ങിച്ച് കാറിനകത്ത് കൊടുത്തു. ഇത് കൊടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സ്വർഗം കിട്ടിയൊരു സുഖം അപ്പച്ചാന്ന്. കാരണം ഇങ്ങനെയൊക്കെ കറക്റ്റായി കഴിച്ചുകൊണ്ടിരുന്ന ആൾ ഒരു തന്നെ വിഷം തരുന്നതിനുള്ള അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയുള്ളൊരു മോഹൻലാൽ ആന്റണി പെരുമ്പോരെ കിട്ടിയതുപോലെ കിട്ടിയതുപോലെ അപ്പച്ചനെ കിട്ടിയില്ലേ? തീർച്ചയായിട്ടും. സ്വീകരണത്തിൻ്റെ കാര്യത്തിന് പോകുമ്പോൾ ഞാൻ കൂടെ പോകുമായിരുന്നു. പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ അപ്പച്ചനോട് എന്താ ഇത്ര വലിയ കാര്യമെന്ന് ചോദിച്ചപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്. ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഒന്നെങ്കിൽ റെക്കമെൻഡേഷൻ, അദ്ദേഹത്തിനൊരു ഫാക്ടറി കാര്യമൊക്കെ ഉണ്ടായിരുന്നു, അവിടുത്തെ ജോലിയുടെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ സാമ്പത്തികം. ഇത് രണ്ടും ചോദിക്കാത്ത ഒരാൾ അപ്പച്ചനേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു താല്പര്യം കൂടുതൽ തോന്നുമല്ലോ എന്നുള്ളൂ. അങ്ങനെ ഒരു അഭിപ്രായം കേൾക്കാനൊരു ഭാഗ്യമുണ്ടായി. പുള്ളി പക്ഷേ രാഷ്ട്രീയത്തിൽ വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു, പക്ഷേ ഒന്നുമില്ല. പക്ഷേ ഞാനിതിൻ്റെ പുറകെ നടക്കാൻ കാരണം അദ്ദേഹം അങ്ങനെ രാഷ്ട്രീയത്തിൽ വന്ന വല്ല മന്ത്രിയാകുകയാണെങ്കിൽ ഒരു കോർപ്പറേഷൻ്റെ ചെയർമാൻ ആകാൻ പറ്റുമല്ലോ എന്ന് ഓർത്താൽ ഞാൻ പുറകെ കാണുന്നത്. സത്യമായിട്ടും. പക്ഷെ അത് കാരണം അത് നടന്നില്ല, ഇത് നടന്നില്ല, ഒന്നും നടന്നില്ല. ഇപ്പോഴും ഞാനിങ്ങനെ വെറുതെ നടന്നു മാത്രം വെച്ചു. അല്ല, ഞാൻ അങ്ങനെ കൂടെ നടക്കുമ്പോഴത്തേക്ക് എന്ത് പുള്ളിക്ക് രാഷ്ട്രീയത്തിൽ ഇത് പറ്റാതെ പോയി എന്തായിരിക്കും? അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി വേണ്ടാന്ന് വെച്ച് കാണണം. അതായിരിക്കും അതിൻ്റെ കാര്യം. എന്തിനാ മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കുന്നത്? അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൽ പോകുമ്പോൾ മറ്റുള്ള രാഷ്ട്രീയക്കാരെതിരാകുമല്ലോ, അങ്ങനെയൊക്കെ ആരെയും ഒന്നും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്വഭാവം പുള്ളിക്കില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം. അല്ലാതെ എന്താണ് പുള്ളി മനസ്സ് വിചാരിച്ച് അറിഞ്ഞുകൂടാ. പിന്നെ അവസാന സമയത്ത് സിനിമയൊക്കെ വളരെ കുറവല്ലായിരുന്നു? കുറച്ച് കുറവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഇപ്പം ചിറയൻകീഴ് അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയൊരു മ്യൂസിയവും ഒരു പിന്നെ എന്താ ഒരു സ്മാരകവും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കേട്ടു, വലിയ ഒരു എമൗണ്ടിൽ. അങ്ങനൊന്നും ഇല്ലായിരുന്നു. ദൈവത്തെ ഓർന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ പിന്നെ അദ്ദേഹം ബാലേന്ദ്ര മേനോനൊക്കെ അഭിനയിച്ച കൂട്ടത്തിൽ ഞാൻ അതിലൊരു സബ് ഇൻസ്പെക്ടറായിട്ട് ഒരു വേഷം ഉണ്ടായിരുന്നു. അത് ചെറിയാൻ കൽപ്പവാടി എന്ന് പറയുന്ന പ്രസിദ്ധനായ അവിടെ വെച്ചായിരുന്നു എൻ്റെ ഷൂട്ടിങ്ങൊക്കെ. ദൈവത്തെ ഓർന്നായിരുന്നു പടത്തിൻ്റെ പേര്. കൊട്ടാരക്കര ശ്രീധരൻ നായർ മരിക്കുന്ന ഒരു സീനൊക്കെ ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഈ നസീർ സാർ മരിക്കുമ്പോൾ മാത്രമാണ് അതിന് പ്രായം പുറത്തറിയുന്നത്. അതുവരെ ഒന്നും ആർക്കും പറയാനില്ല. കൂടുതൽ വന്നാൽ ഒരു 40 വയസ്സ് 42 വയസ്സെന്ന് അതിൽ കൂടുതൽ പറയത്തില്ലായിരുന്നു. ഭയങ്കര മേക്കപ്പിലൊക്കെ വളരെ ശ്രദ്ധിക്കുമായിരുന്നു. മേക്കപ്പിൻ്റെ ശ്രദ്ധയൊന്നുമില്ല, അല്ലാതെ തന്നെ സുമുഖനും സുന്ദരനുമായിരുന്നു. മേക്കപ്പൊന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തെ കാണാൻ നല്ല ഭംഗിയായിരുന്നല്ലോ. ഈ 2 മരണങ്ങൾ കമ്പയർ ചെയ്ത് നിത്യഹരി നായകൻ നസീർ, അതെ, പെട്ടെന്ന് പോയ ഒരാൾ ജയൻ. ഇത് മരണത്തിൽ പോലും ഒരു വേർതിരിവ് കാണിച്ചില്ലേ? ഇപ്പോൾ ജനങ്ങൾ മുഴുവൻ ജയന്റെ മരണത്തിൽ ഒരുപാട് സങ്കടപ്പെട്ടു. പക്ഷെ നസീറിന് അത്രത്തോളം വന്നില്ല. അതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ ഹൃദയത്തിലോട്ട് ഒത്തിരി ആഴത്തിൽ പതിഞ്ഞൊരു നടനായിരുന്നു ജയൻ. പക്ഷെ മറ്റത് ആഴത്തിൽ പതിഞ്ഞില്ല എന്ന് പറയാനൊക്കത്തില്ല. ഇപ്പം നസീർ സാറിൻ്റെ ആണെങ്കിലും പിന്നെ എത്രയോ പാട്ടുകളും എത്ര സുന്ദരമായ പാട്ടുകളൊക്കെ ഉണ്ട്. സത്യൻ സാറിൻ്റെ ആണെങ്കിലും ഇപ്പോഴും എനിക്ക് സത്യൻ സാറിൻ്റെ പാലാട്ട് കോമൻ എന്ന് പറയുന്ന പടത്തിനകത്ത് ആനപ്പുറത്ത് വരുന്നൊരു സീനുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ആന നിഷ്പ്രഭനായി പോകുന്ന ഒരു ഭാവ രീതിയിലാണ് പുള്ളിയുടെ ഇരിപ്പും നോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നത്. അന്നത്തെ ആ പാട്ടാണ് വാസ്തവത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും ഞാനിതിലോട്ട് വരാനുണ്ടായി കാരണം അതാണ്. കാരണം അതിനകത്ത് ചന്ദന പല്ലക്കിൽ വീട് കാണാൻ വന്ന ഗന്ധർവരാജകുമാര, ഓ അപ്സര രാജകുമാരി, പൂവായ പൂവെല്ലാം പൊന്നുഞ്ഞാലാടുമ്പോൾ പൂവാങ്കുറുന്നില ചൂടേണം. ചന്ദന പല്ലക്കിൽ വീട് കാണാൻ വന്ന ഗന്ധർവരാജകുമാര, ഓ
അപ്സര രാജകുമാരി. ആ രൂപത്തിന് പറ്റിയ ശബ്ദം കൂടെ തന്നിട്ടുണ്ട് ദൈവം അല്ലേ? ഓ, അങ്ങനെയൊന്നും പറയാനൊക്കത്തില്ല. ഈ പറഞ്ഞ ഞാനിങ്ങനെയൊക്കെ ഒരു പാട്ടൊന്നും പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല. പിന്നെ അതിനോടുള്ള താല്പര്യം കൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് മൂളിപ്പോകുന്നു എന്ന് മാത്രം. എന്തായാലും ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ഈ കൊള്ളക്കത്ത് അഭിനയിക്കുമ്പോഴേ ഈ ജയന്റെ മരണവാർത്ത എപ്പോഴാണ് നിങ്ങൾ അറിയുന്നത്? എപ്പോഴായിരുന്നു? പിന്നെ ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ ജയൻ അന്തരിച്ചു എന്ന് പറഞ്ഞു. ഷൂട്ട് തീരാൻ ബാക്കിയുണ്ട് അല്ലേ? നിങ്ങളുടെ ഷൂട്ടൊക്കെ തീരാന്നോ? അതൊക്കെ തീർന്നു കഴിഞ്ഞു. ഇത് ഈ ടേക്ക് തന്നെ ജയൻ അത് ഓക്കെയാണ്, ഗംഭീരമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഇല്ല സാർ, അത് ഒരു ടേക്ക് കൂടെ വേണം, അത്ര പെർഫെക്റ്റ് അല്ല എന്ന് ജയൻ പറയുകയാണ്. പോകാൻ സമയമായെന്നല്ലാതെ ഞാൻ എന്ത് പറയാൻ അതേപ്പറ്റി? കാരണം നമ്മളാരും വല്ലതും പറയാനാണോ? അപ്പോൾ അത് ഓക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ മതിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ജീവൻ തിരിച്ചു കിട്ടിയേനെ. പക്ഷെ രണ്ടാമതൊന്നുകൂടെ ചെയ്തപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. ബോഡി കാണാൻ പോയായിരുന്നു? ബോഡി കാണാൻ മദ്രാസിൽ പോയില്ല, ഞാൻ ഇവിടെ കൊല്ലത്ത് പോയിരുന്നു. കൊല്ലത്ത് പോയിരുന്നു? അവിടെ പോയായിരുന്നു. ബോഡി കാണാൻ പോയിരുന്നു. അപ്പം ആ മുഖം നോക്കിയിട്ട് എന്താ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കാണാനൊക്കെ. പക്ഷെ അതൊക്കെ ഒന്നും അറിയാത്ത രീതിയിലൊക്കെ കൈകാര്യം ചെയ്താണ് കൊണ്ടുവന്നതും കാര്യങ്ങളൊക്കെ. പെണ്ണുങ്ങളെല്ലാം കരച്ചിലായിരുന്നു. ബഹുഭൂരിപക്ഷം പെണ്ണുങ്ങളാണ്. ഒത്തിരി പേര് കഴിക്കുന്ന കണ്ടു. അവരുടെ ആരോ നഷ്ടപ്പെട്ടതുപോലെ, അവരുടെ ആരോ ബന്ധു നഷ്ടപ്പെട്ട പോലെ, അല്ലെ സ്വന്തക്കാരോ പോയ പോലെ ഒരു അനുഭവമായിരുന്നു. ജയൻ അത്രയും പെണ്ണാരാധകരായിരുന്നു കൂടുതലല്ലേ? ഒരുപാടുണ്ടായിരുന്നു. നസീറിന് അത്ര ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. നസീർ സാറിന് ഒരുപാടുണ്ടായിരുന്നു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ സുകുമാരൻ, സോമൻ്റെ ആ കാലഘട്ടമൊക്കെ ഓർമ്മ? ആ കാലഘട്ടത്തിൽ ഓർമ്മയുണ്ട്. സുകുമാരനും സോമനും ഒക്കെ പരിചയക്കാരും സ്നേഹിതരും ഒക്കെ ആയിരുന്നു. MG സോമൻ്റെ കൂടെ ഭൂമിക എന്ന പടത്തിനകത്തൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ സുകുമാരൻ ഒരു വലിയ ഒരു അതുല്യത. പക്ഷേ സുകുമാരനൊന്നും സാധിക്കാത്തതൊക്കെ ഇന്ന് മക്കൾക്ക് സാധിക്കുന്നു. പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിനും ഒക്കെ ഒരു അസാധ്യ പ്രതിഭ തന്നെയായിരുന്നു. പ്രത്യേക സ്ലാങ്ങിലുള്ള സംസാരം. പിന്നെ ഒരു ദിവസം 8 വയസ്സ് 6 വയസ്സുള്ള ഇന്ദ്രജിത്തും പൃഥ്വിരാജും മല്ലികയും സുകുമാരൻ ചേട്ടനും കൂടെ എൻ്റെ വീട്ടിൽ പുന്നപ്പറയിലുള്ള വീട്ടിൽ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. വണ്ടി ബ്രേക്ക് ഡൗൺ ആയപ്പം അടുത്ത് നിന്ന ഒരു ഷെറീഫ് എന്ന് പറയുന്നൊരു സുഹൃത്ത് പറഞ്ഞു, അപ്പച്ചേട്ടൻ ഇവിടെ താമസിക്കുന്നു പറഞ്ഞു. ആഹാ, എന്നാൽ പിന്നെ അങ്ങോട്ട് കയറിയിരിക്കാന്ന് പറഞ്ഞ് വന്നതിന് അപ്പച്ചാ എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അന്ന് KFCയുടെ ചെയർമാനായിരുന്നു, ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അങ്ങനെ കാറ് ഞാൻ വേറെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് വരുത്തുകയും അന്ന് പിന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരൻ സാറിൻ്റെ ഭാര്യയുടെ അടിയന്തരത്തിന് പോകുമായിരുന്നു. അങ്ങനെ പോകാൻ വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ തിരിച്ചു വന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കേക്കും മുന്തിരിങ്ങയും അലുവായും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അതിനുശേഷം ട്രിവാൻഡ്രത്ത് വരുമ്പോൾ വരണോ അപേക്ഷ പറഞ്ഞ് പോയി. പക്ഷേ നിർഭാഗ്യവശാൽ അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചതായിട്ടാണ്. അത് പെട്ടെന്ന് എന്തോ അസുഖം ഉണ്ടാകുമായിരുന്നു. പെട്ടെന്ന് മരണമായിരുന്നു. അത് അതിനുശേഷം ഈ രണ്ട് ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഇത്രയും വലിയ സ്റ്റാർസ് ആവുമെന്ന് പ്രതീക്ഷയില്ല. ഒരു പ്രതീക്ഷയില്ലാത്ത കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് എന്തായി? ആ പടത്തിൽ അഭിനയിച്ചത് കടുവയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? കടുവയിൽ അഭിനയിച്ചു. അതിന്റെ പൃഥ്വിരാജിന്റെ അത് അന്നും ഞാൻ ഈ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ പൃഥ്വിരാജ് ഓർമ്മിക്കുകയൊക്കെ ചെയ്തു, സംസാരിച്ചായിരുന്നു. അതുകൂടെ വിമാനത്തിൽ ഞാൻ പൃഥ്വിരാജിനോട് അഭിനയിക്കുന്നുണ്ട്. ഒരു റിട്ടയർഡ് പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനായിട്ട് മറ്റേ ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നതായിട്ട്. അന്ന് ഈ പറഞ്ഞ അച്ഛൻ്റെ അനുഭവമൊക്കെ പറയാൻ കേൾക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. അതൊക്കെ ഒരാളുടെ അച്ഛനെ പറ്റി സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു പ്രത്യേക ചെവിയായിരിക്കുമല്ലോ. കാരണം അവരുടെ പിതാവിനെ പറ്റിയല്ലേ പറയുന്നത്. പക്ഷെ കുറച്ചുകൂടെ ഈ ഫ്ലെക്സിബിൾ ആയിരുന്നു സുകുമാരൻ സാർ അല്ലേ? പൃഥ്വിരാജ് അത്രയില്ല, കുറച്ചുകൂടി ബലം പിടുത്തമുണ്ട്. നമുക്ക് ഉണ്ടാവും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഉള്ളതുപോലെ പറയണമല്ലോ. നമുക്ക് പോലൊരു ബലം പിടുത്തം ഉണ്ട്. അത് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം വിനോദ് ചോദിക്കുന്ന കേട്ടാലേ അങ്ങനെ ഒരു കടുപ്പെടുത്തം ഉണ്ടാക്കി അവരുടെ ഒരു ഇമേജ് അങ്ങനെ ആക്കണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആളൊക്കെ തോന്നിപ്പോവും വിനോദ് ചോദിക്കുന്ന കേട്ടാ. കടുപ്പെടുത്തം എന്നൊക്കെ കേൾക്കുമ്പോഴേ അങ്ങനെയൊന്നുമില്ല. അവര് ഈ പറഞ്ഞൊക്കെ അവരെ ഓരോരുത്തരുടെ ഓരോ സ്വഭാവങ്ങളാണല്ലോ ആ തരത്തിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ എനിക്ക് സിനിമയുടെ കൂട്ടത്തിൽ പറയാൻ 2-3 കാര്യങ്ങളുണ്ട്. അതുകൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. കാരണം വിനോദ് ചോദിക്കുന്നില്ലെങ്കിലും പറയണമല്ലോ. പുണ്യവതിയായ മദർ തെരേസയെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എറണാകുളത്ത് വന്നപ്പം സർവ്വവിധ സെക്യൂരിറ്റിയും കളഞ്ഞുകൊണ്ട് ഒരു പിന്നെ എന്താ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ചോക്ലേറ്റിൻ്റെ പരസ്യം പോലെ ഞാൻ ഓടി അങ്ങ് ചെന്നു. ഞാൻ കാലയിലോട്ട് ജസ്റ്റ് വീണിട്ട് മൈ മദർ എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ മൈസാൺ എന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് എഴുന്നേൽപ്പിച്ച് നിർത്തുകയും ഇപ്പോൾ സെക്യൂരിറ്റിയൊക്കെ പോയി. കാരണം അവർ തമ്മിൽ എന്തോ പരിചയം കാണുമെന്നൊക്കെ ഉള്ള മട്ടിലായിരിക്കാം. അതിൻ്റെ ഓട്ടോഗ്രാഫിന് ഒപ്പിടാനും ഒന്നിരുന്ന് ഫോട്ടോ എടുക്കാനും ഭാഗ്യം കിട്ടി. അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അങ്ങനെ ഒരു ഹോബി ഉണ്ട്, എല്ലാവരും ഓട്ടോഗ്രാഫ് ഉണ്ടല്ലേ? ഉണ്ട്. സത്യൻ സാർ തുടങ്ങി
എല്ലാവരുടെയും കൂട്ടത്തിൽ മദർ തെരേസ അമ്മയുടെയും പുണ്യവതിയായ അതും എനിക്ക് പിന്നെ സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെൻ്റെ ശേഖരത്തിലുണ്ട്. ആരുടെയൊക്കെ ഓട്ടോഗ്രാഫ് കയ്യിലുണ്ട്? ഏതാണ്ട് സച്ചിൻ സാർ തുടങ്ങി ഏറ്റവും ഒടുവിലത്തെ ഈ പറഞ്ഞ പിന്നെ കുഞ്ചാക്കോ ബോബൻ വരെ അതെയോ? എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് പലപ്പോഴും അഭിമുഖത്തിലൊക്കെ കാണിച്ചിട്ടും ഒക്കെ ഉള്ളത്. അത് എടുക്കണമല്ലോ നമുക്കത്. ഈ പിന്നെ ഈ സാധാരണ ഇപ്പൊ എല്ലാം സെൽഫിയുടെ കാലഘട്ടമാണല്ലോ, അത് എടുക്കാതെ ഈ ഓട്ടോഗ്രാഫ് ഇപ്പൊ ഇടുള്ള കാര്യം എന്താ? അത് എനിക്കതൊരു താല്പര്യമായിരുന്നു എല്ലാവരും കൊണ്ട് എഴുതിക്കണമെന്ന്. സച്ചിൻ സാറിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത്, ഞാൻ ഈ ഓട്ടോഗ്രാഫിൽ ഒപ്പിടണമെങ്കിൽ 10 രൂപയാണ് എൻ്റെ ഫീസ് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ ഓട്ടോഗ്രാഫ് വാങ്ങിച്ചുകൊണ്ട് അകത്ത് കൊണ്ടുപോയി എഴുതി കൊണ്ടുവന്നിട്ട് ഒരു ചിരിയോടുകൂടി തിരിച്ചു തരികയാണ് ചെയ്തത്. 10 രൂപയൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ എനിക്ക് അന്ന് തുടങ്ങിയ ഒരു ഹരവാണ്. സത്യൻ്റെ അല്ലേ? അതെ അതെ. അത് നസീർ സാറ്, ഷീലാമ്മ, ജയഭാരതി, കൊട്ടാരക്കര, ശങ്കരാടിച്ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ആലുമൂടൻ, അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഏറ്റവും ഒടുവിൽ ചാക്കോച്ചനും അവർ വരെ ഉള്ള എല്ലാവരുടെയും എൻ്റെ ഓട്ടോഗ്രാഫ് എൻ്റെ കയ്യിലുണ്ട്. എന്ത് അവരുടെ ചോദിക്കുന്നു? ഒരു ഓട്ടോഗ്രാഫ് എഴുതി തരാൻ പറയും. എനിക്കൊന്ന് ഓട്ടോഗ്രാഫ് എഴുതണമെന്ന് ഞാൻ എഴുതി തരാം. അതിനുവേണ്ടി ബുക്കുണ്ട്. അതിനുവേണ്ടി ബുക്കുണ്ട്. ആ ബുക്ക് തീർന്നിട്ട് ഇപ്പം വേറെ ബുക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ആർട്ടിസ്റ്റുകളെ കൂടുതലായിട്ട് സാഹിത്യകാരന്മാർ, ആർട്ടിസ്റ്റുകളൊക്കെ മിക്കവാറും തീർന്നിരിക്കുക. നമുക്ക് മോഹൻലാലൊക്കെ എഴുതിയിട്ടുണ്ട്. ആരെങ്കിലും എഴുത്തില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചു? ആരും ഇത് പറഞ്ഞിട്ടില്ല, എല്ലാവരും എഴുതി തന്നിട്ടുണ്ട്. ഷീലാമ്മ ഒപ്പിടുന്നത് ഒരു പടം വരച്ചുകൊണ്ടാണ് ഒപ്പ്. ഷീലാമ്മയുടെ ഒരു പെണ്ണിന്റെ പടം വരച്ചിട്ടാണ് ഒപ്പ്. അങ്ങനെ ഒപ്പ്. ഏറ്റവും നല്ല സെനറ്റ് സാറിന്റെ സത്യൻ സാറിൻ്റെ ബെസ്റ്റ് വിഷസ് സത്യൻ. ആ ഒപ്പിനകത്ത് തന്നെ ഉണ്ട് ആ ഗാംഭീര്യം. അത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ മറ്റൊരു കാര്യം പറയാൻ നിവൃത്തിയില്ല. ഈ സിനിമയ്ക്കകത്ത് നേരത്തെ വിനോദ് ചോദിച്ച പോലെ എന്താണ് പ്രതിഫലം മറ്റേ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഹിന്ദി സിനിമ എന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ടൊന്നും എനിക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തികം ലഭിച്ചിട്ടില്ല. മറിച്ച് LIC എന്ന് പറയുന്നതിലെ ഏജൻ്റാണ് ഞാൻ ഒരു 50 കൊല്ലമായിട്ട്, 52 കൊല്ലമായിട്ട് ജീവിച്ചു പോകുന്നത്. ഞാൻ 3 അക്ഷരം കൊണ്ടാണ്. ഇന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം കിട്ടിയത് 15 രൂപയാണ്. പിന്നെ ഒന്നും കണക്കൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും തരുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് പോരുക എന്നല്ലാതെ വേറൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ വിനോദ് പറഞ്ഞല്ലോ, ഞാൻ അല്ലെങ്കിൽ വേറൊരാളെ വേഷം ചെയ്യും. അത് കാരണം ഒന്നും കണക്ക് പറയാറില്ല. ഇന്ന് ഇപ്പോഴും അതുപോലെ തന്നെ പോകുന്നു. ഈ പറഞ്ഞ കണക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ജഗതിയോട് പറയുകയാണെങ്കിൽ ജഗതിയുടെ തൂക്കത്തിനേക്കാൾ കൂടുതൽ ചെക്ക് ജഗതിയുടെ ഇരിപ്പുണ്ട്. കാരണം അമ്പിളിയുടെ ശ്രീകുമാറിൻ്റെ കയ്യിൽ. കാരണം എല്ലാം വണ്ടി ചെക്കായിരുന്നു. പക്ഷെ അതൊന്നും പുള്ളി ആരോടും വഴക്കിട്ടിട്ടുമില്ല, ഒരു കേസിനും പോയിട്ടില്ല. ഒത്തിരി അവരെയൊക്കെ പറ്റിക്കാൻ, പിന്നെ എന്നെ പറ്റിക്കാൻ പ്രയാസം വളരെ കുറവായിരിക്കും. എന്നെയും കുറച്ച് പേര് ഒരുപാട് പ്രാവശ്യം ഒരു 10-13 ദിവസമൊക്കെ വർക്ക് ചെയ്യപ്പെടാതിനൊക്കെ ഒന്നും കിട്ടാതെ തിരിച്ചു പോന്നിട്ടുണ്ട്. വണ്ടിക്കൂലി പോലും കിട്ടാതെ തിരിച്ചു പോകുന്നത് ഒത്തിരിയുണ്ട്. ഒരുപാട് സങ്കടമുണ്ട്. പക്ഷേ അതിനെല്ലാം കടുംപിടുത്തൊന്നും പിടിക്കാറില്ല. ഒരു പടം ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ഉള്ളൂ. അറിയപ്പെടുന്ന ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ രംഗത്തും അല്ലാത്ത രംഗത്തും ഒക്കെ. അക്കാര്യത്തിലൊക്കെ വലിയ സന്തോഷം തോന്നുന്നത് മുരളി മൂവീസിൽ മാധവൻ നായർ എന്ന് പറഞ്ഞ ആൾക്ക്, അത് മഞ്ഞുലാസിൻ്റെ MO ജോസഫ് സാറ്, ഇതൊക്കെ പരമ ഈ പറഞ്ഞ കണക്ക് ശ്രേഷ്ഠന്മാരാണെന്ന് പറയുക നിവൃത്തിയില്ല. കാരണം നമ്മൾ പേയ്മെൻറ്റൊക്കെ നമ്മൾ എന്നാണോ തീരുന്നത് അതിന് മുമ്പേ കൊണ്ടുവന്ന് തന്ന് സെറ്റിൽ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു.